നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടി വിയിൽ കണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാരുടെ അയ്യോ എൻ്റെ അഖിൽ മാരാറെ, നിങ്ങൾ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടി, എന്തെല്ലാമാണ് പറഞ്ഞത്. ചിരിച്ചിരിച്ചിരിച്ച് ഇപ്പം ഇന്ന് റിസൾട്ട് വന്നപ്പോൾ അഖിൽ മാരാറെ എവിടെയാണെന്നറിയോ? ഹോസ്പിറ്റലിൽ ഭാര്യയ്ക്ക് പനിയാണെന്നും പറഞ്ഞ് അഡ്മിറ്റായി. നമ്മൾ ഇന്നത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും തന്നെ ടി വിയിൽ ലോകത്തിൻ്റെ വിവിധ നാടുകളിലിരുന്നും പല ഭാഗങ്ങളിലൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അഖിൽമാരാരെന്ന് പറയുന്ന ഇതുപോലൊരു നാണം കെട്ട വ്യക്തി, ഇതുപോലെ നാണം കെട്ട് അതാരെ നാണം കെട്ടിയെന്നറിയാം? ഈ അഖിൽമാരാരവ് തിരഞ്ഞെടുപ്പിൻ്റെ ആ റാലിയിൽ പറഞ്ഞ വളരെ വീരവാദം പിടിച്ച ഒരു കാര്യമുണ്ട്. എന്തറിയാം? ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ് റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാർ, മൊട്ട അരുൺകുമാർ, റിപ്പോർട്ടർ ടി വിയിൽ മൊട്ട അരുൺകുമാർ എൻ്റെ പേര് ഇത്ര ലീഡോടുകൂടി വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണാം. ആദ്യം അഖിൽമാരാർ ആശുപത്രി കിടക്കയിൽ നിന്ന് ഭാര്യയോടൊപ്പം ഒരു പനിയൊക്കെ പനിയാന്നും പറഞ്ഞ് അഡ്മിറ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം ഇത് പനിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഈ ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. എന്താ റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങൾ അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും പേര് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഭാര്യയ്ക്ക് പനിയൊന്നും. ഞാൻ ചമ്മല് നല്ല മുഖത്ത് കാണാറുണ്ട്. ഈ റിസൾട്ട് ആകുമ്പോൾ തോൽവിയും ജയവും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം ഓവറായിട്ട് വരികയും ഓവറായി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ അടിതെറ്റി വീഴുന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അല്ലാണ്ട് ഈ ആക്ഷേപത്തോടെ സംസാരിക്കുന്നതിൽ ഇദ്ദേഹം കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ അങ്ങനെ വേണം കരുതാൻ. കാരണം ഒരു 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 പിൻബലവും ഇല്ലാത്ത ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയായി BJP വന്ന് മത്സരിച്ച് ഇത്രയോ വോട്ടൊക്കെ ഞാൻ നേടുമെന്നൊക്കെ പറയാൻ മാത്രം എന്ത് രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ എന്ത് പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തിയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് അരുൺകുമാറിൻ്റെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അരുൺകുമാർ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം വെല്ലുവിളിച്ചു. അരുൺകുമാർ സുരേഷ് ഗോപിയുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം ഇങ്ങനെ പറയാണ്, തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു കഴിയുമ്പോൾ മൊട്ട അരുൺകുമാർ, റിപ്പോർട്ടർ ടി വിയിലെ മൊട്ട എന്നെ പൊക്കി പറയും, ഞാൻ ഒന്നാമതെത്തിന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് കണ്ടിട്ട് വരാം. 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽമാരാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 എന്ന അഖിൽമാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 തകർത്ത് വാരിയിട്ടുണ്ട്. എനിക്കതല്ല ചിരി. ഈ സാധാരണ ഈ പറയാൻ പാടില്ലാത്ത എങ്കിൽ പോലും ഈ വെല്ലുവിളികളും ഇതൊക്കെ കാണാൻ ഒരു രസമുള്ളൊരു കാര്യം PC ജോർജിൻ്റെ നമുക്ക് നോക്കാം. PC ജോർജ് 1 കോടി രൂപയ്ക്കാണ് വെറ്റുവെച്ചത്. താൻ ജയിക്കുമെന്നാണ് പറഞ്ഞത്. 1 കോടിക്ക് വെറ്റുവെച്ച് ആശാൻ ഏതായാലും ആശാന്റെ വീടിൻ്റെ മുമ്പിലേക്ക് മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും പ്രകടനം വെച്ചു. അത് എന്തിനാന്ന് എനിക്ക് ആ ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ PC ജോർജിൻ്റെ വീട്ടിലേക്ക് ഇത്രയും വാശിയും വീറും അവിടെ കോൺഗ്രസും PC ജോർജിൻ്റെ പാർട്ടിയും തമ്മിൽ, അതും PC ജോർജിൻ്റെ വീട്ടിലേക്ക് പ്രകടനം വെക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണോ അവിടെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഇത്രയും വേണ്ടായിരുന്നു. PC ജോർജിൻ്റെ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ വെല്ലുവിളിച്ച അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ അവിടെ ചെന്നിട്ടുള്ള ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് PC ജോർജ് എന്താ പറഞ്ഞതെന്ന് നമുക്ക് കണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ആവശ്യമില്ല. PC ജോർജ് പറഞ്ഞതാണ് 1 കോടി രൂപയ്ക്ക് നാളെ ഇപ്പോൾ 1 കോടി രൂപ ബെറ്റൊക്കെ വെച്ച സ്ഥിതിക്ക് ആഘോഷം എപ്പോൾ തുടങ്ങും? ആഘോഷമില്ല. അതാ ഞാൻ പറയാം. അത് ചോദിച്ചത് നന്നായി. ഒരു കാരണവശാലും ഇദ്ദേഹം എന്നാ പറയണ്ടേ, പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും മാധ്യമപ്രവർത്തകർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊരു സംഭവമുണ്ട്. ഈ PC ജോർജിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നിട്ടും അദ്ദേഹം ഒരു ഉടുപ്പും ഇല്ലാണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇളിച്ചോണ്ട്. ആ ഇളിച്ചോണ്ട് നിന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം. ആവശ്യങ്ങൾ എന്തെന്ന് നോക്കി എനിക്ക്
വൈകുന്നേരം വാങ്ങിക്കണോണ്ടിരുന്ന എങ്ങനെ ജയിച്ചാൽ തരാന്നല്ലേ സമോസ തരാൻ പ്ലാൻ ഇട്ട് ഈ സന്തോഷത്തിന് കാരണം ഞാൻ എപ്പോഴാണ് കരഞ്ഞേണ്ടിട്ടുള്ളത്? എനിക്ക് ജനവിധി മാനിക്കുക എന്നുള്ളതിൻ്റെ മര്യാദ. ജയം ഒരു തെരഞ്ഞെടുപ്പാണ്, ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും. അതിന് രണ്ട് ജയത്തെയും പരാജയത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കണം, മര്യാദ കാണിക്കണം. മനസ്സിലായി? പി സി ജോർജിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു വർഗീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് ഒരു വർഗീയ വിഷം ക്രിസ്ത്യൻ സമൂഹത്തിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് നോക്കിയത് ഒന്നും ഈ മതേതരത്വ കേരളത്തിൽ ഏറ്റില്ല. അതുപോലെ തന്നെ വിജയിച്ചു വന്ന ഏത് പാർട്ടി ആയിക്കോട്ടെ, എനിക്കൊരു പാർട്ടിയില്ല, എനിക്കൊരു സംഭവമില്ല, ഏത് പാർട്ടിയായാലും വിജയിച്ച എല്ലാ പാർട്ടികൾക്കും അനുമോദനങ്ങൾ. രണ്ടാമത് ഒരു കാര്യം, ഒരു 10 കൊല്ലത്തെ ഭരണത്തെ വിലയിരുത്തി ജനം നൽകുന്ന വോട്ടാണ്. ആ വോട്ടെടുപ്പിൽ ഇന്ന് കണ്ടത് 102-35, BJP 3, LDF 35, കോൺഗ്രസ് 102. ഈ ലീഡിൽ നിലയിൽ പോയി 10 കൊല്ലം ജനത്തിന് നല്ലത് കൊടുത്ത്, അല്ലേ? നല്ലത് കൊടുത്താൽ നമുക്ക് നല്ലത് കിട്ടും, അങ്ങനെയല്ലേ? നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. അപ്പം നമ്മൾ നല്ലത് ചെയ്തില്ല, അതുകൊണ്ട് ജനങ്ങൾ മാറ്റിക്കുത്തി. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതും അധികാരം എന്ന് പറയുന്നതും എപ്പോഴും ഈ കപ്പിത്താൻ്റെ കയ്യിലിരിക്കുന്നതല്ല. ഈ കപ്പൽ ആടി ഇങ്ങനെ ഒലയുകയില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ കള്ളത്തരം കാണിച്ചുകൊണ്ട് കഴുത്തിൽ എന്നാ പറയണ്ടേ ഒരു ബാൻഡേജ് തൊട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ കിടന്ന ഒരു വനിതാ ആരോഗ്യമന്ത്രിയുണ്ട്. ഇവരെക്കുറിച്ചൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല. ഇതെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ ജനം കണ്ടു, വിലയിരുത്തി വോട്ട് ചെയ്തു. ആര് ജയിച്ചാലും ജയിച്ചില്ലേ നമുക്ക് ഒരു കാര്യമില്ല. പക്ഷേ ഈ ജനവിധി അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ LDF ഗവൺമെൻറ് 10 കൊല്ലം ഭരിച്ചതിൻ്റെ ഒരു ഇത് ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ജനം മാറ്റിക്കുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥിയല്ല, ജനം തന്നെയാണ്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന രാഷ്ട്രീയപരമായ കാര്യത്തിൽ പൊളിറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, വ്യക്തി എന്ന് പറഞ്ഞത്, രാജാവ് എന്ന് പറയുന്നത് ഈ സാധാരണ ജനമാണ്, ഈ വോട്ട് കുത്തുന്ന ജനമാണ്. ആ ജനം വിലയിരുത്തി നമുക്കൊരു സ്ഥായിയായിട്ടുള്ള ഒന്നുമില്ല. 10 കൊല്ലം ഭരിച്ചപ്പോൾ വിചാരിച്ചു ഇനിയും കിട്ടും, ഇനിയും നമ്മൾ പൊക്കി ഇരുത്തും എന്നൊക്കെയാണ് വിചാരിച്ചത്. നടന്നില്ല. ഇനി വരാൻ പോകുന്ന ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതിപ്പം പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും LDF ആയാലും എല്ലാവരും BJP ആയാലും എല്ലാവർക്കും ഇതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ നമുക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞാലേ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ഭരണം കാഴ്ചവെക്കുക. അപ്പം ഇനിയിപ്പോൾ LDF പ്രതിപക്ഷമാകും, കോൺഗ്രസ് ഭരിക്കും. ഇനി കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലാതിരിക്കട്ടെ, അല്ലേ? കോൺഗ്രസിൻ്റെ അനുഭാവികളും പാർട്ടിക്കാരും അണികളും എവിടെയും ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അല്ലേ? എവിടെയും കുറേ പേരുണ്ടാവുമല്ലോ. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയും മറ്റ് ഇതിനു വേണ്ടിയൊക്കെ അടികൂടി ഈ എന്നാ പറയണ്ടേ, ഒരുപാട് പേര് ഇപ്പം തന്നെ കുപ്പായം നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകൂലോ, ഞാൻ മുഖ്യമന്ത്രി ആകൂലോ, ഞാൻ ആകണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഈ തമ്മിത്തല്ല്. നിങ്ങൾ ഈ തമ്മിത്തല്ലിൽ നിന്ന് ആദ്യം നിർത്തി കേട്ടോ, എന്നിട്ട് നന്നായി ഭരിച്ചു കാണിക്കും, അല്ലേ? ഈ സമൂഹം അല്ലെങ്കിൽ 10 കൊല്ലം നിങ്ങൾക്ക് ഒരു മാറ്റം, കഴിഞ്ഞ 10 കൊല്ലം സംഭവിക്കാത്ത പുതിയൊരു കാര്യം, നല്ലൊരു വികസനമോ നല്ലൊരു മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കും. നിങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മറക്കല്ലേ. 5 കാര്യം. ഈ കൈപ്പത്തി ചിഹ്നം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൈപ്പത്തിയുടെ 5 വിരലിൻ്റെ ഇതെന്ന് പറഞ്ഞ പോലെ 5 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോംപ്രമൈസ് ലേഡീസിന് എന്തൊക്കെയാണ്? ഒരു കാര്യം ഞാൻ മാത്രം പറയാം, ലേഡീസിന് സൗജന്യമായ ബസ് യാത്ര വളരെ നല്ല കാര്യമാണ്. അത് ലഭിക്കുവാണ് സാധാരണ വീട്ടമ്മമാരായാലും കുട്ടികളായാലും ജോലി ചെയ്യുന്നവർക്കായാലും വലിയ ഉപകാരമാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ ആദ്യം നിറവേറ്റി. അതുപോലെ ആരോ ഇന്ന് TV പറഞ്ഞു കേട്ടു, പിന്നെ പൂച്ച പരിശോധിച്ച് കിടക്കുന്ന ഖജനാവാണ് കയ്യിലുള്ളത്, അതുപോലെ കടമാണ്. കറക്റ്റാണ്. നമ്മൾ ഈ അവസാന കാലഘട്ടത്തിൽ കണ്ട ഉദ്ഘാടനങ്ങൾ, LDF സർക്കാർ ചെയ്ത ഉദ്ഘാടനങ്ങൾ മുഴുവൻ കിഫ്ബി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ടിലൂടെയാണ് ഇത് നടത്തുന്നത്. കിഫ്ബിയാണ് ധനസഹായം നൽകുന്നത്, അല്ലേ? കിഫ്ബി എന്ന് പറഞ്ഞൊരു ബാങ്ക് പോലത്തെ സംവിധാനമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലുള്ളതാണ്. ആ കിഫ്ബിയാണ് നമുക്ക് ലോണായിട്ടാണ് പണം തന്നേക്കുന്നത്. നമ്മളിപ്പം തുരങ്കപാത, കോഴിക്കോട് വയനാടിനെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത വന്നു, അതുപോലെ പല സംരംഭങ്ങൾ വന്നു, ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെയൊക്കെ പണം സാങ്ഷനാക്കി കിട്ടിയേക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ്. ഈ കിഫ്ബിയിൽ നിന്നെടുത്ത പണം തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ കോടിക്കണക്കിന് ബാധ്യതയാണ് പുതിയ സർക്കാരിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ഭരണം പുതിയ സർക്കാരിന് ആശംസിക്കുകയാണ്. അതുപോലെ മാരാരേ, ഇനിയും ഉണ്ട് സമയം കേട്ടോ, ഒന്ന് മാറി ചിന്തിക്കാൻ. അതുപോലെ നിയമത്തും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് 2 സ്ഥലത്ത്
താമര വിരിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ 3 താമരയാണ് കേരളത്തിൽ വിരിഞ്ഞ്. കേരള ചരിത്രത്തിലെ കുറേ കാലഘട്ടം എടുത്ത് നോക്കിയാൽ 3 താമര വിരിഞ്ഞ ഒരു താമര വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ 3 താമര വിരിഞ്ഞത് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ എന്താ പറയുക ലിപികളിൽ എഴുതി വെക്കുന്ന ഒരു സംഭവമാണ്. ഒരു നിർണായക സമയം തന്നെയാണ്. കാരണം 3 താമര വിരിയിക്കാൻ അവർക്ക് പറ്റിയല്ലോ. പക്ഷേ LDF നേരിടുന്ന 35 എന്ന് പറയുന്ന സംഖ്യ ഇതുവരെ എൻ്റെ ഒരു ഓർമ്മയുടെ കാലഘട്ടത്തിലൊന്നും ഇത്രയും പരാജയം നേരിട്ടിട്ടില്ല. എന്തായാലും അവർക്ക് തിരുത്താനുള്ളവർ തിരുത്തട്ടെ. കോൺഗ്രസ്സിന് എല്ലാവിധ ആശംസകളും. ഇനി തമ്മിത്തല്ലാതെ അധികാരമോഹമില്ലാതെ വളരെ സമാധാനത്തോടെ നല്ല വികസനം ഉണ്ടാകട്ടെ. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നും ഹർത്താലായിരുന്നു. ഒരാഴ്ചയും 3 ഹർത്താൽ കിട്ടിയ സമയമുണ്ട്. ഞാൻ പഠിച്ച കാലഘട്ടം ഹൈസ്കൂളിലൊക്കെ പഠിച്ച 2003, 2002, 2005 കാലഘട്ടത്തിലൊക്കെയാണ്. ആ 5 കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബേറ്, നാളെ ഹർത്താൽ, പിറ്റത്താഴ്ച ഹർത്താൽ. പരീക്ഷ വന്ന ഒരുപാട് തവണ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അറിയാൻ പറഞ്ഞു. ഞാൻ SLCക്കൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഈ എന്താ പറയണ്ടേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. സമാധാനമുള്ളൊരു നാട്, സമാധാനമുള്ളൊരു ഭരണം, സമാധാനമുള്ള അല്ലേ ഈ ജനങ്ങൾക്കൊരു സമാധാനമുള്ളൊരു ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ അല്ലേ. എന്നും പരസ്പരം സാഹോദര്യത്തോടെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ സഹോദരങ്ങളും ഒക്കെയാന്നുള്ള ആ മനോഹരമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഈ തമാശയ്ക്കായാലും ചിരിക്കാനായാലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയും ആ സാഹോദര്യത്വവും ആ മലയാളിയുടെ ആ ഒത്തൊരുമയൊക്കെയാണ്. അല്ലേ നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തവും മറ്റുള്ളവരുടെ സിരകളിൽ ഓടുന്ന രക്തത്തിനൊക്കെ ഒരേ കളറാണ് അല്ലേ. നമ്മൾ ആരുടെ മതം ചോദിച്ചിട്ടാണ് ഒരാളുടെ അടുത്ത് നിന്ന് ഒരു ബ്ലഡ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കുത്തിവെക്കുന്ന രക്തം ഏത് മതക്കാരൻ്റെയാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്? ഒരിക്കലുമില്ല. നമ്മൾ ഓണത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഓണത്തിന് ഒരുമിച്ചിരുന്ന് ക്ലബ്ബുകളിൽ പോയിട്ടുള്ളവർ ക്ലബ്ബിൽ പോയി കളിക്കുകയും അല്ലേ, നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാം നാനാജാതി മനസ്സ് ഉള്ള മനുഷ്യരോട് കൂടി എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കണ്ട മനോഭാവമാണ് നമ്മുടെ കേരളത്തിൻ്റെ മനോഭാവം. ആ വലിയ ഐക്യത്തിലാണ് ഈ വോട്ട് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ഐക്യത്തെ അല്ലെങ്കിൽ മതേതരത്വത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ബൈ.